താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. MC റോഡിൽ അങ്കമാലി വേങ്ങൂർ ഭാഗത്ത് അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം 8ഓളം വാഹനാപകടങ്ങളും 2 മരണങ്ങളുമാണ് ഇവിടെ ഉണ്ടായത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും വാഹനങ്ങളുടെ അമിത വേഗവും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. MC റോഡിലെ ഏറ്റവും അപകടകരമായ മേഖലയാണ് അങ്കമാലി നഗരസഭയിൽ ഉൾപ്പെടുന്ന വേങ്ങൂർ പ്രദേശം. അങ്കമാലി ടൗണിലെയും കാലടിയിലെയും മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിന് ശേഷം അമിത വേഗമെടുക്കുന്ന വാഹനങ്ങൾ ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ്. ഈ റോഡിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. ഉൾറോഡുകളിൽ നിന്ന് വരുന്ന ചെറിയ വണ്ടികൾ, വാഹനങ്ങൾ എല്ലാം തന്നെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പള്ളിയിലേക്ക് പോകുന്ന ആൾക്കാർ, അമ്പലത്തിൽ പോകുന്ന കാൽനട യാത്രക്കാർ, ഇവരെല്ലാം തന്നെ വല്ലാത്തൊരു പേടി സ്വപ്നത്തിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തന്നെ 8ഓളം വാഹനാപകടങ്ങളും 2 മരണങ്ങളുമാണ് ഈ പ്രദേശത്ത് മാത്രം നടന്നിരിക്കുന്നത്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും വാഹനങ്ങളുടെ അമിത വേഗവും അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. 2-3 കിലോമീറ്റർ നേർരേഖയിൽ കിടക്കുന്ന റോഡും പെട്ടെന്നു തന്നെ വരുന്ന അപകടകരമായ വളവുകളും യാത്രക്കാർക്ക് ഭീഷണിയാണ്. റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ നൽകിയതായും എന്നാൽ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും കൌൺസിലർ ലേഖാമധു പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസത്തെ തന്നെ ഡിസംബറിൽ കണക്കെടുത്ത 12 അപകടങ്ങളും 2 മരണങ്ങളും തന്നെ ഉണ്ടായി. ഞാൻ ഈ നിൽക്കുന്ന സ്പോട്ടിൽ തന്നെ കഴിഞ്ഞ മാസം ഒരു സ്ത്രീ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ വേങ്ങൂർ പള്ളി പ്രദേശത്ത് വേങ്ങൂർ സെന്റ് ജോസഫ് ചർച്ച് ഭാഗത്ത് റോഡ് മുറിച്ചു കടക്കവേ അന്യസംസ്ഥാന തൊഴിലാളി അപകടത്തിൽപ്പെട്ട് മരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പോ നിരന്തരമായിട്ടുള്ള ഇത്തരം അപകടങ്ങൾ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് ഒരു എത്തും വെളുത്തുമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പൊതുമരാമത്ത് ഇടപെട്ടുകൊണ്ട് വന്ന് പരിശോധിച്ച് ശാശ്വതമായൊരു പരിഹാരം ഇവിടെ കണ്ടെത്തണമെന്ന് തന്നെ നമ്മൾ മുറവിളി കൊടുക്കുന്നത്. അപകടങ്ങൾ തുടർക്കഥ ആകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. റോഡിന്റെ വശങ്ങളിൽ അപകട മേഖല എന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചതല്ലാതെ കഴിഞ്ഞ കാലങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അപകടങ്ങൾ കുറയ്ക്കുന്നതിന് യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. പ്രദേശത്തെ വഴിയോരങ്ങളിലെ കച്ചവടവും അനധികൃതമായ പാർക്കിംഗും ഒഴിവാക്കണമെന്നും റോഡിന് ഇരുവശവുമുള്ള കാനകൾ നവീകരിച്ച് സ്ലാബുകൾ വിരിച്ച് കാൽനട യാത്രക്കാർക്ക് ഉപകാരപ്രദമാക്കണമെന്നും ആവശ്യമുയർന്നു. ഈ പ്രദേശത്ത് ഉള്ളവരും ഈ പ്രദേശങ്ങളിലൂടെ പോകുന്നവരുമാണ് ഈ അപകടങ്ങളിൽ പെടുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടി ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികൾ, വാർഡ് കൗൺസിലർ അടക്കം മറ്റ് റെസിഡന്റ് അസോസിയേഷന്റെ ഭാരവാഹികൾ, അല്ലെങ്കിൽ വിവിധ സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ഭാരവാഹികൾ പല നിർദ്ദേശങ്ങളും ജനപ്രതിനിധികൾക്ക്, മന്ത്രിക്ക്, കളക്ടർക്ക്, മുനിസിപ്പാലിറ്റിക്ക് എന്ന് വേണ്ട എല്ലാ ഇതിന് ബന്ധപ്പെട്ട അധികാരികൾക്കും നൽകിയിട്ട് ഒരു പരിഹാരം ഇന്നേവരെ ഉണ്ടായിട്ടില്ല. റോഡുകളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചാൽ അമിത വേഗത ഒരു പരിധിവരെ കുറയ്ക്കാനാകും. മോട്ടോർ വാഹന വകുപ്പ്, നഗരസഭാ അധികൃതർ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കുമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ.